ആദ്യം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടല്ല ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരം പറഞ്ഞിട്ട് ഈ വീഡിയോ തുടർന്ന് കാണണോ വേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി. ചോദ്യം വളരെ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അവർ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലോട്ട് വെച്ച് തരുന്ന ന്യൂസ് എന്ന രൂപേണ നമ്മുടെ മുമ്പിലോട്ട് അവർ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിലോട്ട് വെച്ച് തരുമ്പോൾ അത് അവർ 100% നീതിയോടും സത്യസന്ധതയായിട്ട് തരുന്നതാണോ, അതോ അവരുടെ ബയാസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അവരൊരു പക്ഷം പിടിച്ചിട്ടോ അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ബാക്കി ചില കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരുന്നതായിട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് പോലുമില്ല. കാരണം ഞാൻ പറയാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ന്യൂസ് ചാനൽസ് എല്ലാം പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്, അല്ല ന്യൂസ് ചാനൽസ് ഒന്നും അങ്ങനെ പക്ഷം പിടിക്കാറില്ല, ഒന്നോ രണ്ടോ ന്യൂസ് ചാനൽസ്, അത് ഈ പൊളിറ്റിക്കലി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അനുഭാവം പുലർത്തുന്ന ചില ചാനൽസ് ഒഴികെ ബാക്കി എല്ലാ ചാനൽസും നിഷ്പക്ഷമായിട്ടാണ് വാർത്തകൾ തരുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറും മണ്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 2 നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാലും. അതിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. ആൻഡ് ഐ ഹാവ് റെസ്പെക്ട് ഫോർ ബോത്ത് ഓഫ് ദം. ആൻഡ് മമ്മൂട്ടിനെ പറ്റി പല റൂമേഴ്സും പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ ശ്രീ മോഹൻലാൽ, പുള്ളിക്കാരൻ ഒരു നടൻ മാത്രമല്ല, ഒരു ലെഫ്റ്റനൻറ്റ് കേണൽ കൂടെയാണ്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിൽ ഒരു റെസ്പെക്റ്റഡ് പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അദ്ദേഹം ശബരിമല പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോസും വിഷ്വൽസും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിലായാലും റീൽസിൽ കൂടെ ആയാലും ന്യൂസ് ചാനൽസിൽ കൂടെ ആയാലും ന്യൂസ് ചാനൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടെ ആയാലും അവർ റീൽസ് ആയിട്ട് ഇട്ടതായാലും അവർ വീഡിയോസ് ആയിട്ട് ഇട്ടായാലും പോസ്റ്റ് ആയിട്ട് ആണെങ്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിരുന്നു. അപ്പോൾ അതിനൊക്കെ അത് കൂടാണ്ട് അതിൽ മോഹൻലാൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാടോ അർച്ചന അങ്ങനെ എന്തോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് ആൾക്കാർ ഭയങ്കര BGM ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് അവർ തമ്മിലുള്ള സുഹൃത്ബന്ധം, അവർ തമ്മിലുള്ള ആത്മബന്ധം എന്ന രീതിയിലൊക്കെ തന്നുകൊണ്ടിരുന്നത്, പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ, അത് PR ടീമാണ്. ഓബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കുന്ന ബേസിക് കോമൺ സെൻസ് വെച്ചാൽ അത് PR വർക്ക് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അതൊക്കെ ഈ ന്യൂസ് ചാനൽസ് ഏറ്റുപിടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നതല്ല. ഇതേപോലെ മലയാള സിനിമയിൽ ഒരു നടൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ പോയി. അന്ന് അയാൾക്ക് അവിടെ VIP ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു എന്നതിൻ്റെ പേരിൽ ഹൈക്കോടതി ഉൾപ്പെടെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ എന്തൊക്കെ പുകിലാണ് ഇവിടെ ഉണ്ടാക്കിയത്. ദിലീപിന് അങ്ങനെയാണ്, ദിലീപിന് ഇങ്ങനെയാണ്, ദിലീപിന് VIP ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു, സാധാരണ ഭക്തജനങ്ങളെ അവഗണിക്കുന്നു, അവരൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നതാണ്, ഇദ്ദേഹത്തിന് മാത്രം എന്തിനാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിനെ ആക്ഷേപിച്ച് ദിലീപിനെതിരെ ഒരു ക്യാമ്പയിനിങ് തന്നെ ഇവർ നടത്തിയില്ലേ. അത് ഇവരുടെ മാത്രം തെറ്റല്ല. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഒരാൾക്കെതിരെ ഒരു കേസ് വരുമോ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ഒരു ആരോപണം വരുമോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ആ ആളെ ആ ഒരു ലേബലിൽ മുദ്ര കുത്തി അങ്ങ് ഇട്ടേക്കും. പിന്നെ ആളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ആൾക്കെതിരെയുള്ള കേസ് വ്യാജമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളത് ഒരു മാധ്യമങ്ങളും കൊടുക്കത്തില്ല, അങ്ങനല്ല എന്ന് കൊടുക്കത്തില്ല. ഇപ്പോൾ ഒരുത്തനെതിരെ ഒരു പെണ്ണുകൊണ്ട് കേസ് കൊടുക്കുകയാണ്, ഇവൻ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം തന്ന് എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുകയാണ്. അന്ന് തൊട്ട് അവനെ ജയിലിനുള്ളിൽ കൊണ്ടിടുന്നത് വരെ മാധ്യമങ്ങൾ അവനെ മുഖം വെച്ച് അവൻ്റെ പേര്, അവൻ്റെ വീട്ടുകാരുടെ പേരുൾപ്പെടെ വെച്ചിട്ട് അവനെ നാറ്റിക്കും. ഇപ്പം അവൻ ഒബ്വിയസ്ലി അവൻ ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. അഥവാ ആ പെണ്ണ് വെറുതെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തിന് പുറത്ത് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു കേസ് കൊടുത്തതാണെങ്കിൽ നാളെ ഇവൻ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞാൽ ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമായിരിക്കും. പക്ഷേ ഇവനെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച ആ ഇൻറ്റൻസിറ്റിയോടും ആ കൺസിസ്റ്റൻസിയോടും എത്ര മാധ്യമങ്ങൾ വാർത്ത കൊടുക്കത്തില്ല. കാരണം അവർക്ക് അന്നേരം TRP റേറ്റിംഗ് ആണല്ലോ, അവർക്ക് ബാർക്ക് റേറ്റിങ്ങും TRP റേറ്റിംഗ് ഒക്കെയാണ് അവർക്ക് മുഖ്യം.
അവർക്ക് സത്യമല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമത്തിനും സത്യം ഫ്രണ്ടിലോട്ട് വെക്കുക എന്നുള്ളതല്ല അവരുടെ ധർമ്മം. അവർക്ക് എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ട്. റിപ്പോർട്ടേഴ്സിനായാലും എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ഒരാഴ്ചത്തെ റേറ്റിങ്ങിൽ മുമ്പിൽ വരിക, അല്ലെങ്കിൽ ഒരു മാസത്തെ റേറ്റിങ്ങിൽ മുമ്പിൽ വരിക, ഒരു ടൈം സ്ലോട്ടിലുള്ള ഒരു പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് കൂട്ടുക, അങ്ങനെയുള്ള അത് മാത്രമാണ് ജസ്റ്റ് ബിസിനസ്, പ്യുവർ ബിസിനസ്. ഒന്ന് രണ്ടോ മാധ്യമ പ്രവർത്തകരുണ്ടാവാം, അല്ലാതെ ഒരു മാധ്യമ സ്ഥാപനങ്ങളും ഇല്ല. സത്യം മാത്രം പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം ഇന്ന് കേരളത്തിലില്ല, ഇന്ന് ഇന്ത്യയിലില്ല, ലോകത്തെങ്ങുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെ, ഇപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാൽ ഒരു നടൻ മാത്രമല്ല, മിലിറ്ററി പേഴ്സണലും കൂടെയാണ്. ഓക്കെ, ഫൈൻ. ഈ ദിലീപ് ശബരിമല പോയ സമയത്തിന് എത്രയോ നടന്മാർ, മലയാളത്തിലുള്ളയും തമിഴിലുള്ളയും തെലുങ്കിലുള്ളയും ഒക്കെ എത്രയോ നടന്മാർ പോയി. അവർക്കൊക്കെ ഇതേ ട്രീറ്റ്മെൻറ്റിനാണ് അവിടെ കിട്ടിയത്. ജയം രവി പോയി, ഉണ്ണിമൂന്തൻ പോയി, ആരൊക്കെ പോയി. ഇവർക്ക് എല്ലാവർക്കും കിട്ടിയ അതേ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ദിലീപിനും കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ജനങ്ങളെ സേവിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ, ജനങ്ങളുടെ സേവകർ എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോയപ്പോൾ പോലും ഈ VIP ട്രീറ്റ്മെൻറ്റല്ലേ കിട്ടി. അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ. അദ്ദേഹത്തിന് പോലും കിട്ടിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദിലീപിന് കിട്ടിക്കൂടാ? ദിലീപിന് ഏതെങ്കിലും കേസിൽ ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഹീ ഈസ് ജസ്റ്റ് ആൻ അക്യൂസ്ഡ് ആൻഡ് വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി വെയർ വി ആർ ഇന്നസെൻറ്റ് അൺടിൽ പ്രൂവൻ ഗിൽട്ടി. ദിലീപിനെതിരെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഒരു മൊഴിയും പിന്നെ 1 കിലോമീറ്റർ അകലെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോയും അല്ലാണ്ട് വേറെ എന്ത് തെളിവാണ് ദിലീപിനെതിരെ ഇവിടെ ഉള്ളത്? ഇത് ഞാൻ പറയട്ടെ, ഇത് ഒരു ബേസിക് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയിൽ തുടങ്ങി അവിടെ നിന്ന് പടിപടിയായിട്ട് കയറി വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോളം ഇങ്ങോളം മലയാളം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എല്ലാ മേഖലകളിലും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിനല്ല, ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ, ദിലീപ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ, ദിലീപ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ പല മേഖലകളിൽ തിളങ്ങി നിന്നിരുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരാളെയാണ് ഒരു നെക്സസ് തകർക്കാൻ ശ്രമിക്കുന്നത്. കാരണം ആ സമയത്ത് മലയാള സിനിമ പല കഷ്ടതകളിലൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ദിലീപ് എന്ന് പറയുന്നത്. പിന്നെ തിയേറ്റേഴ്സ് അസോസിയേഷനിൽ ലിബർട്ടി ബഷീർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അവിടെ എന്തോ പ്രശ്നം വന്നിട്ട് ആ സംഘടന പിരിച്ചുവിടുക, പിന്നെ ദിലീപിൻ്റെ നേതൃത്വത്തിൽ വേറൊരു തിയേറ്റർ സംഘടന രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ വരുമ്പോൾ മലയാള സിനിമയിൽ ഒരു ടോപ്പ് മോസ്റ്റ് പവർഫുൾ ഫിഗർ, അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും പവർ ചെലുത്താൻ പറ്റുന്ന ഒരാളായിട്ട് മാറിയിരുന്നു ദിലീപ്. അല്ലെങ്കിൽ ആ ഒരു വളർച്ചയുടെ പാതയിലായിരുന്നു. കാരണം ദിലീപിന് പല വിഷൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പല കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്ന, പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പവർ ഹോൾഡ് ചെയ്യുന്ന ഒരു ടീമിന് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു പവർ പോവും എന്ന് തോന്നിയപ്പോൾ ദിലീപിനെ കൊടുക്കാൻ നോക്കി. അതിന് അവർ ഒരു പ്ലാൻ മെനഞ്ഞെടുത്തു. ഒരു നെക്സസ് ആയിട്ട് അവർ ഒരു കോക്കസായി അവർ ദിലീപിനെതിരെ പ്രവർത്തിച്ചു, ദിലീപിനെ കുടുക്കി. ഇത് മനസ്സിലാക്കാൻ വലിയ മറ്റേ ഡിക്റ്റേറ്റീവ് ബുദ്ധിയൊന്നും വേണ്ട, ജസ്റ്റ് ബേസിക് കോമൺ സെൻസ് മതി, അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ മാധ്യമങ്ങൾ പറയുന്നതും വിശ്വസിച്ച് ദിലീപ് കുറ്റക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് വണ്ടന്മാർ. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ മീഡിയ എന്ന് പറയുന്ന ഹിപ്പോക്രസിയുടെ എപ്പിട്ടോമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഹിപ്പോക്രസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളെ കണ്ടുപഠിക്കണം. ഏറ്റവും വലിയ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം സുനിത വില്യംസും ബുച്ച് വിൽമോറും നമ്മുടെ ISS തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. സ്പേസ് എക്സ് നാസയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ മലയാളത്തിലൊരു ചാനലാണ് റിപ്പോർട്ടർ ചാനലിൽ മോർണിംഗ് ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാർ. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞാനും ആ ഷോ കാണുന്നൊരു വ്യക്തി തന്നെയാണ്. ഞാൻ റിപ്പോർട്ടർ ചാനൽ കാണുന്നൊരു വ്യക്തി തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആ ചാനലും തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു പരാമർശം നടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചൊവ്വാദോഷവും അതും മീൻസ് അങ്ങനെയുള്ള കാര്യം, അന്ധവിശ്വാസം, അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അന്ധവിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ബഹിരാകാശത്ത് പോയി, അങ്ങനെ ഒരു റെഫറൻസ് പുള്ളി പറഞ്ഞു. ഫൈൻ, അതിലൊരു കുഴപ്പമില്ല, ഞാൻ മനസ്സിലാക്കുന്നു.
അതേ ശ്വാസം ആ സെന്റൻസ് തീരുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ആ ശ്വാസം തീരുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറ്റുകാൽ പൊങ്കാല മാത്രമല്ല നമ്മൾ ബഹിരാകാശത്തിൻ്റെ ഇതും നമ്മൾ ലൈവ് ചെയ്യും എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ പിടിച്ചോണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞ ആ റെഫറൻസ് പറഞ്ഞ വ്യക്തി പിന്നെ എന്തിനാണ് നിങ്ങളുടെ ചാനലിൽ ആറ്റുകാൽ പൊങ്കാല എന്തിനാണ് ലൈവ് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് ലൈവ് കൊടുക്കുന്നത്? എന്നിട്ട് ഈ കാര്യം ഞാനിപ്പോൾ പറഞ്ഞ ഇതേ കാര്യം ഒരാൾ കമൻറ്റിൽ ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ആ ഡോക്ടർ അരുൺകുമാർ എന്ന് പറഞ്ഞ് എന്തോ ഒരു വേഗമായിട്ടുള്ളൊരു റീസൺ തന്നിട്ട് അതൊന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് ബേസിക് ഹിപ്പോക്രസി എന്ന് പറയുന്നത് ബ്രദർ. ഒരു കാര്യം പറയും, അടുത്ത സെക്കൻഡിൽ അത് മാറ്റി പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം പറയും, പ്രവൃത്തി അതിന് നേരെ ഓപ്പോസിറ്റും കാണിക്കുന്നതാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. ഫോർ എല്ലാവരുടെയും ഇൻഫർമേഷൻ. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രേ ഉള്ളൂ. നമ്മുടെ മാധ്യമങ്ങൾക്ക് എപ്പോഴും TRP റേറ്റിംഗ്, ബാർക്ക് റേറ്റിംഗ് ഇതൊക്കെയാണ് ഫോക്കസ്, അല്ലാണ്ട് സത്യമൊന്നും അല്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവരൊക്കെ നമ്മളടുത്ത് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം മോഹൻലാൽ പോയി ശബരിമലയിൽ. അതിനിപ്പോൾ എന്താണ്? ഒരാൾ ശബരിമലയിൽ പോയി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മോഹൻലാൽ ശബരിമലയിൽ പോയതുകൊണ്ട് അവിടെ നിന്ന് അയ്യപ്പ എണീറ്റ് നിൽക്കൊന്നുമില്ലല്ലോ. ഇല്ല, അത്രേ ഉള്ളൂ. എല്ലാവരും പോകുന്നല്ലേ ഉള്ളൂ. മോഹൻലാൽ പോയി കഴിഞ്ഞാലും, മോഹൻലാൽ എന്നല്ല ദിലീപ് പോയി കഴിഞ്ഞാലും, ആര് പോയി കഴിഞ്ഞാലും, ശബരിമല പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തി പോകുന്ന അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ചാനലോർ ഇങ്ങനെ കൊടുക്കേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ എത്രയോ പേര് പോയിട്ട് ആർക്കൊക്കെയോ വേണ്ടി വഴിപാട് നടത്തുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസ് പോയിട്ട് മോഹൻലാലിന് വേണ്ടി വഴിപാട് നടത്തുന്നുണ്ടോ? അതൊക്കെ ഈ ന്യൂസ് ചാനലെടുത്ത് കാണിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ഈ മോഹൻലാൽ പോയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ ചാനൽസ് എന്തിനത് കാണിക്കുന്നു? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ ഇടുവാണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. ചാനൽസ് എന്തിനാ കാണിക്കുന്നു? ഇതൊക്കെ പ്യുവർലി PR വർക്കും ഇൻഫ്ലുവൻസും മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ഒരു ചാനലിലും ഒരു ഇൻഫ്ലുവൻസും ഇല്ലാണ്ട് നിന്ന് പോകാൻ പറ്റത്തില്ല. അത് പൊളിറ്റിക്കലാണെങ്കിലും എങ്ങനത്തെ ഇൻഫ്ലുവൻസ് ആണെങ്കിലും സൊസൈറ്റിയിൽ ഉന്നതിയിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു ബന്ധം കീപ്പ് ചെയ്യണം. എന്നാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ഏതൊരു ചാനലാണെങ്കിലും. സോ ഇതൊക്കെ അതിൻ്റെ കളിയാണ്. വെറും PR വർക്ക് മാത്രമാണ് ഇത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സോ കഴിഞ്ഞ ദിവസം മൊത്തം ഈ ന്യൂസാണ്. എല്ലാ ന്യൂസ് ചാനലിലും അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായാലും അവരുടെ ഫേസ്ബുക്ക് ആയാലും അവർ യൂട്യൂബ് ആയാലും ന്യൂസ് ചാനലായാലും എല്ലാത്തിലും ഇതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം 10, 30, 35 ദിവസമായിട്ട് 40 ദിവസമാണെന്ന് തോന്നുന്നു ആ സെക്രട്ടറിയുടെ മുമ്പിൽ ആശാ വർക്കർമാർ വന്നിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് തിരിഞ്ഞ് നോക്കാൻ പോലും ഇവിടുത്തെ ഒരു മന്ത്രിയും വന്നിട്ടില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം എന്തോ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവർ വീണ്ടും പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചേക്കുന്നു. ഇതൊന്നും ആർക്ക് കൊടുക്കണ്ട. ഈ നീതിക്ക് വേണ്ടി പോരാടാൻ നിൽക്കുന്ന ഏതൊക്കെ ചാനലുണ്ട് ഇവിടെ? മറ്റേ ലഹരി വന്നപ്പോഴത്തേക്ക് ക്യാമ്പയിനിങ് എന്നും പറഞ്ഞിട്ട് 19 വണ്ടി എടുത്തുകൊണ്ട് നാടായ നാട് മൊത്തം നടക്കുക, അങ്ങ് ഉണ്ടാക്കി കളയെന്ന് പറഞ്ഞിട്ട്. എന്തുണ്ടാക്കാനാണ്? ഒന്നും ഉണ്ടാക്കൂല. ഇതൊക്കെ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ടാക്ടിക്സ് മാത്രമാണ്. ഇത് പറയുന്നതാണ്. ആദ്യം നിങ്ങളുടെയൊക്കെ സ്വന്തം സ്ഥാപനങ്ങൾ വൃത്തിയാക്കാൻ നോക്ക്. നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ കാണും ഈ കഞ്ചാവും മറ്റത് പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നവന്മാർ. അതാദ്യം കണ്ടുപിടിക്കുക. സ്വന്തം സ്ഥാപനത്തിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് നാട്ടിലോട്ട് ഇറങ്ങും. നാട് നന്നാക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ലഹരി ഒരു വിപത്ത് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനി പ്രഹസനം കാണിക്കേണ്ട കാര്യമില്ല. 19 വണ്ടി എടുത്ത് നാടായ നാട് മൊത്തം. അതൊക്കെ വെറുതെ TRP റേറ്റിംഗ് ആൾക്കാരുടെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാണ്ട് ഇവർക്കങ്ങ് നാട് നന്നാക്കാൻ മുട്ടി നിൽക്കുന്നുണ്ടൊന്നുമില്ല. നാട് നന്നാക്കാൻ മുട്ടി നിൽക്കുവാണെങ്കിൽ ഇവിടെ സംസാരിക്കേണ്ട എന്തോരം വിഷയങ്ങളുണ്ട്. അതിനൊക്കെ പറ്റി ഇവർ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇവർക്ക് മറ്റേ അമേരിക്കയിലെ ട്രംപ് തുമ്മിയ ഇവർക്ക് പ്രശ്നമാണ്. ഇവിടെ അമേരിക്കയിലെ ട്രംപ് തുമ്മിയ പ്രശ്നമാണ്. ഇലോൺ മസ്ക് ഒന്ന് നടന്നാൽ പ്രശ്നമാണ്. ഇലോൺ മസ്ക് ഒന്ന് തൊപ്പി വെച്ച പ്രശ്നമായി, ഇരുന്നാൽ പ്രശ്നമാണ്. സെലൻസ്കി വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ട്രംപ് കളിയാക്കിയ അത് പ്രശ്നമാണ്. സെലൻസ്കി എന്തെങ്കിലും പറഞ്ഞാൽ അതും പ്രശ്നമാണ്. ട്രൂഡോ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറെ പ്രശ്നമാണ്. ഇവർക്ക് അതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവർക്ക് പ്രശ്നങ്ങളേ അല്ല. പൊളിറ്റിക്കൽ പരമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നങ്ങളും ഇവർക്ക് പ്രശ്നങ്ങളേ അല്ല. ഇവർക്ക് ഇതൊക്കെ പറയാൻ പേടിയാണ്. കാരണം ഇവർക്ക് ഇവിടെ നിലനിന്നുണ്ടെങ്കിൽ പല പൊളിറ്റിക്കൽ അജണ്ടാസും പല പൊളിറ്റിക്കൽ പാർട്ടീസും പല പൊളിറ്റിക്കൽ നേതാക്കന്മാരും താങ്ങേണ്ടിയും വരും, തടവേണ്ടിയും വരും. സോ എനിക്കിത്ര കൺക്ലൂഡ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. നിങ്ങളൊരിക്കലും ഈ ന്യൂസ് ചാനലിൽ കാണിച്ചു, ന്യൂസ് ചാനലിൽ പറഞ്ഞു, അല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, ഈ മാധ്യമ പ്രവർത്തക പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അതൊരിക്കലും നിങ്ങളുടെ ഒപ്പീനിയൻ ആക്കാൻ പോകരുത്. ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സെൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ ആൻഡ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആക്കരുത്. നിങ്ങളത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബുദ്ധി എന്ന് പറയുന്ന സാധനമുണ്ട്, നിങ്ങൾക്കൊരു യുക്തി എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കുക.
ചിന്തിച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായം ഫോം ചെയ്യണം. അതായിരിക്കണം എപ്പോഴും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്. അല്ലാണ്ട് ഒരു ന്യൂസ് ചാനലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അതായിരിക്കരുത് ഒരിക്കലും നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം വേണം എപ്പോഴും. സോ ഇവിടെ ന്യൂസ് ചാനൽസ് വിളമ്പി വെച്ച് തരുന്നത് വെള്ളം തൊടാണ്ട് വിഴുങ്ങരുത് ഒരിക്കലും. അങ്ങനെ ഇരുന്ന് വിഴുങ്ങാതെ നമ്മളൊന്ന് ചിന്തിക്കുക, ഇവരെന്തുകൊണ്ട് ഇത് മാത്രം കാണിക്കുന്നു, എന്തുകൊണ്ടായിരിക്കും ഈ ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അജണ്ട മാത്രം ഇവർ കാണിക്കുന്നത്, എന്തുകൊണ്ട് ഇതിനെ മറ്റേ സൈഡ് കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക എല്ലാത്തിനെയും പറ്റി. അത്ര എനിക്ക് പറയാനുള്ളൂ.